ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ചിലപ്പോഴൊക്കെ പാവാടയുടെ വള്ളി അതല്ലെങ്കിൽ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ നമ്മൾ ഇടാനായിട്ട് എടുക്കുന്ന സമയത്ത് മിസ്സായി പോവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് ആ ഒരു വള്ളി കൊടുത്തെടുക്കാറുള്ളത്. എന്നാൽ സേഫ്റ്റി പിന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു പെൻ ക്യാപ്പ് വെച്ചിട്ട് പിന്നെ വെച്ച് ചെയ്യുന്നേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കൊടുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു പെൻ ക്യാപ്പിൻ്റെ ഉള്ളിലൂടെ ആ ഒരു വള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു ഹോളിലൂടെ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഹോളിൻ്റെ സ്റ്റാർട്ടിങ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് കോർത്തെടുക്കാനായിട്ട് പറ്റും. പെൻ ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ പിന്നിനേക്കാളും നമുക്കിത് പിടിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ കോർത്തെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിട്ട് തോന്നുന്നത് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു അടി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അപ്പോൾ ഞാനിതാ ഈ ഒരു സെൻറ്റർ പോർഷനും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് വള്ളി കോർത്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഈ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് കോർത്തെടുക്കാനായിട്ട് പറ്റും. പെൻ ക്യാപ്പ് വെച്ചിട്ടല്ല, പേന വെച്ചിട്ടും നമുക്ക് വള്ളി കോർത്തെടുക്കാനായിട്ട് പറ്റും. അതായിരിക്കും ഒന്നുകൂടി എളുപ്പമായിരിക്കുക. പിന്നിനേക്കാളിലും ഈ ഒരു പെൻ ക്യാപ്പിനേക്കാളിലും വളരെ എളുപ്പത്തിൽ നമുക്ക് കോർത്തെടുക്കാനുള്ളൊരു മാർഗ്ഗമാണിത്. ഇപ്പോൾ അതാ ഞാൻ ഏകദേശം എൻ്റെത് എൻഡിങ്ങിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെൻ ക്യാപ്പ് പുറത്തേക്ക് വന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ വള്ളി പെട്ടെന്ന് നമുക്ക് പുറത്തെത്തി കിട്ടും. അപ്പം ഞാനിതാ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെൻ ക്യാപ്പ് വെച്ചിട്ട് വള്ളി കോർത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ കെട്ടൊന്ന് അഴിച്ചു കൊടുക്കാം. കെട്ടഴിച്ചു കൊടുത്തതിന് ശേഷം വള്ളിയുടെ രണ്ട് സൈഡും നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നീട് വള്ളി പോകുന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചിക്കിടുന്ന സമയത്തായാലും അലക്കുന്ന സമയത്തായാലും നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിയിടുകയാണെങ്കിൽ പിന്നീട് ആ വള്ളി പോകുന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മുടെ മക്കളുടെയൊക്കെ ഡ്രസ്സിൽ ഇതേപോലെ കുഞ്ഞു ഹോൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഹോൾസ് ആയി കഴിഞ്ഞാൽ മക്കൾക്ക് ഇടാനും മടിയായിരിക്കും. സാധാരണയായിട്ട് ഇതുപോലെ ഹോൾസൊക്കെയുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ നമുക്ക് ഇതും ഒട്ടും അറിയാത്ത വിധത്തിൽ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. സാധാരണ കീറലാണെങ്കിൽ നമുക്ക് ഇതേപോലെ കാണില്ല, ഇത് ഉരുകിയതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ആ ഒരു ജേഴ്സി ഇതേപോലെ ഒന്ന് പുറമടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മളത് കയ്യിൽ ഇടുന്ന സമയത്ത് ആ ഒരു ഹോൾസുള്ള ഭാഗത്ത് ഹോളൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് പൊട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളറിലുള്ള ഒരു പൊട്ടാണ് കേട്ടോ. അത് പറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പശയുള്ള ഭാഗം ഉണ്ടല്ലോ, അതും ബ്ലാക്കാണ്. അപ്പോൾ ഈ ഒരു വൈറ്റിൽ ബ്ലാക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് നന്നായിട്ട് തന്നെ പുറത്തേക്ക് കാണും. ഞാൻ ജസ്റ്റ് ആ ഒരു ജേഴ്സി ഒന്ന് പുറമറിച്ചതിന് ശേഷം ഉള്ളിലായിട്ട് ആ ഒരു ബ്ലാക്ക് പൊട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് പുറമറിച്ച് നോക്കാം. അപ്പോൾ ഞാനിതാ പുറമറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഹോൾസ് എനിക്ക് കവറായിട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരു ബ്ലാക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് പെട്ടെന്ന് തന്നെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പൊട്ട് മാറ്റിയതിന് ശേഷം ഈ ഒരു അടിവശം വൈറ്റുള്ള പൊട്ടന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ജേഴ്സി ഒന്ന് പുറമറിച്ചതിന് ശേഷം ഉൾവശത്തായിട്ട് ആ ഒരു ഹോൾസ് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു പൊട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഹോൾസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പൊട്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അതിനോട് മാച്ച് ആവുന്ന പൊട്ടും ആവണം കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാൻ വൈറ്റ് വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതെടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ കുഞ്ഞു ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൊട്ട് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഹോള് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. പവർ കട്ടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചിലരെങ്കിലും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മെഴുകുതിരി. സാധാരണയായിട്ട് നമ്മൾ മെഴുകുതിരി ഫ്ലോറിലോ അതല്ലെങ്കിൽ ടേബിളിലൊക്കെയാണ് കത്തിച്ച് വെക്കാറുള്ളത്. എന്നാൽ അങ്ങനെ വെക്കുന്ന സമയത്ത് അത് ഉരുകി ആ ഒരു ഫ്ലോറിലും അതല്ലെങ്കിൽ ടേബിൾ മാറ്റിലൊക്കെ ആയിട്ട് അതെല്ലാം പിന്നീട് ക്ലീൻ ആക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. എന്നാൽ നമ്മൾ ഇതേപോലെ ഒരു ചിരട്ട എടുത്തിട്ട് അതിൽ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഒന്നും ഫ്ലോറിലോ അതല്ലെങ്കിൽ ടേബിൾ മാറ്റിലോ ഒന്നും ആവില്ല. ഇതുപോലെ ഒരു ചിരട്ട അതിനായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കഴിഞ്ഞിട്ടുള്ളതോ കഴിയാറൊക്കെ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും. അങ്ങനെ ഒരു ട്യൂബ് ഞാനും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കത്തി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ ഉൾവശത്ത് പേസ്റ്റിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് വരാം.
ഇപ്പം ഞാനിത് നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു കവറിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് മൂർച്ചയേറിയിട്ടുള്ള കത്തി, കത്രിക പോലെയുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതെല്ലാം നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ തട്ടി മുറിവാകാനും അതല്ലെങ്കിൽ ബാഗ് കീറി പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ നമ്മൾ ആ ഒരു കവറിനുള്ളിലേക്ക് മൂർച്ചയേറിയിട്ടുള്ള കത്രിക വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ റബ്ബർ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ തട്ടിയിട്ട് മുറിവാകെ കീറിപ്പോവുകയൊന്നുമില്ല. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സോപ്പാണ് കേട്ടോ. ഞാൻ ഈ സോപ്പിൻ്റെ കവറൊന്ന് പൊട്ടിച്ച് സോപ്പൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള സ്മെല്ലൊക്കെ ഉള്ള സോപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആ സോപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ സോപ്പ് നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്ത സോപ്പ് എടുക്കാതെ പുതിയതായിട്ടുള്ള സോപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആ ഒരു പേപ്പർ ഒരു വശം ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ 2 ഭാഗത്തും ഞാൻ ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോപ്പിൻ്റെ അംശങ്ങളെല്ലാം ആ ഒരു പേപ്പറിലാകുകയും ആ ഒരു പേപ്പർ നല്ലൊരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് ആ പേപ്പറിൽ ഉരച്ചെടുത്തതിന് ശേഷം അത് 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് വെച്ച് കൊടുക്കാൻ പോകുന്നത് അലമാരയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഇടയിലാണ് കേട്ടോ. ചില ഡ്രസ്സൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത് വെക്കുന്ന സമയത്ത് ഡ്രസ്സിനൊക്കെ വേറെ സ്മെല്ല് വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ സോപ്പൊക്കെ ഉരച്ചതിന് ശേഷം ആ ഒരു പേപ്പർ ഡ്രസ്സിനിടയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലില്ലാതെ നമുക്ക് ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിതാ ഒരു പീസ് ഒരു ഡ്രസ്സിനിടയിൽ വെച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലും ആ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലും മതി. ഒരു പേപ്പർ തന്നെ മതി കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കാനായിട്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വൈറ്റ് പോർഷനായിട്ടുള്ളൊരു കവർ ഉണ്ടല്ലോ, ആ ഒരു കവർ ഞാനൊന്ന് പുറം മറിച്ചതിന് ശേഷം അതും കൂടി ഡ്രസ്സിനിടയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അലമാരയിലൊക്കെ ഡ്രസ്സുകൾ ഒതുക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു ലിഡാണ് കേട്ടോ. ഈ ഒരു ഹോൾഡർ പോലെയുള്ള ലിഡ് തന്നെ വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഡബിൾ ടാപ്പാണ്. അപ്പോൾ ഡബിൾ ടാപ്പിൽ ഞാൻ ചെറിയ കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. ഞാനിതാ ചുമരിൽ ഒരു പ്ലസ് പോലെ ഡബിൾ ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ലിഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കവിടെ അത് സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഹോൾഡർ ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം എന്നിട്ട് ഞാൻ അതിലിട്ട് കൊടുക്കുന്നത് ഒരു കിച്ചൺ ടവലാണ് കേട്ടോ. കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് കിച്ചൺ ടവൽ. ഇപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ടവൽ എനിക്കവിടെ നല്ല പോലെ തന്നെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ലിഡുകളൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മൾ എത്ര നീറ്റാക്കി കഴിഞ്ഞാലും പാറ്റ പല്ലിയൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ സിങ്കിലൊക്കെ വീണ് കിടക്കാറുണ്ട്. ഇനി അങ്ങനെ സിങ്കിൽ പാറ്റയോ പല്ലി പ്രാണികളുടെ ഒന്നും ശല്യം ഇല്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് അവസാനത്തെ ടിപ്പ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡെറ്റോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്കിൻ്റെ ആ ഒരു ഹോളിലേക്ക് കുറച്ച് ഡെറ്റോളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡെറ്റോളൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഹോൾസ് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഹോൾസ് നല്ല വിധത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഡെറ്റോളൊക്കെ ഒഴിച്ചതിന് ശേഷം ഹോൾസ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം വരുന്ന സമയത്ത് നമ്മുടെ സിങ്കിൽ ബാഡ് സ്മെല്ലോ അതല്ലെങ്കിൽ പ്രാണി പാറ്റ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.